യുഡിഎഫിന് 100-ലേറെ സീറ്റുകൾ, കേരളത്തിൽ ഭരണമാറ്റം ഉറപ്പെന്ന് വി.ഡി. സതീശൻ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, യുഡിഎഫ് 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വെറുമൊരു രാഷ്ട്രീയ അവകാശവാദമല്ല ഇതെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം, ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അടിത്തറയും സംഘടനാപരമായ ഒരുക്കങ്ങളുമുണ്ടെന്ന് വിശദീകരിച്ചു. എറണാകുളം, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട എന്നീ 4 ജില്ലകളിലെ എല്ലാ സീറ്റുകളും യുഡിഎഫ് തൂത്തുവാരും. ഈ 4 ജില്ലകളിലുമായി ആകെയുള്ള 40 സീറ്റുകളും മുന്നണിക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 2005 മുതൽ വിവിധ കാരണങ്ങളാൽ യുഡിഎഫിനെ വിട്ടുപോയ വോട്ടർമാരിൽ 95% പേരെയും തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞ 3 വർഷത്തെ നിശബ്ദമായ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. നിലവിലെ സർക്കാരിനെതിരെയുള്ള ജനരോഷം അതിശക്തമാണ്. ഇതിൽ 80% മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെയുള്ള പിണറായി വിരുദ്ധ വികാരമാണ്. ആരുണ്ട് ചോദിക്കാൻ എന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം ജനങ്ങൾക്കിടയിൽ വലിയ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ താൻ കണ്ട ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇത്തവണ നടന്നതെന്ന് വി.ഡി. സതീശൻ അവകാശപ്പെട്ടു. ഘടകകക്ഷികൾ തമ്മിലുള്ള വ്യത്യാസമില്ലാതെ ടീം യുഡിഎഫ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. എൽ.ഡി.എഫ് സർക്കാരിന് ബദലായി യുഡിഎഫ് വരുമെന്ന പ്രതീക്ഷ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു. മാറ്റം വരുത്താൻ യുഡിഎഫിന് കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സിപിഐഎമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അവർ യുഡിഎഫിനെയാണ് ഇപ്പോൾ പ്രതീക്ഷയോടെ കാണുന്നത്. തെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മും ബിജെപിയും തമ്മിൽ ഉന്നതതലത്തിൽ ധാരണകളുണ്ടായിരുന്നു. ഡീൽ. എന്നാൽ താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകർ ഈ നീക്കത്തെ പൊളിച്ചെഴുതിയിട്ടുണ്ടെന്ന് സതീശൻ പറഞ്ഞു. ഇതിന്റെ പ്രതിഫലനം വോട്ടെണ്ണുമ്പോൾ വ്യക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് മന്ത്രിമാർ സ്വന്തം മണ്ഡലങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയപ്പെട്ട് അവിടെത്തന്നെ തങ്ങേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുഖ്യമന്ത്രി ഒഴികെ മറ്റൊരു മന്ത്രിയും സംസ്ഥാന വ്യാപകമായി പ്രചാരണത്തിന് ഇറങ്ങിയില്ല, വി.ഡി. സതീശൻ പറഞ്ഞു. നേരത്തെ നടത്തിയ രാഷ്ട്രീയ വനവാസം എന്ന പരാമർശത്തിൽ ഉറച്ചുനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന്, താൻ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടെന്നും അങ്ങനെയൊരു സാഹചര്യം വന്നാൽ അപ്പോൾ ചോദിച്ചാൽ മതിയെന്നും അദ്ദേഹം മറുപടി നൽകി. മാധ്യമങ്ങൾ കെ. സുധാകരനോട് ഇതേക്കുറിച്ച് ആവർത്തിച്ചു ചോദിക്കുന്നത് വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ചിട്ടയായ പ്രവർത്തനവും ഭരണവിരുദ്ധ വികാരവും പ്രവാസി വോട്ടുകളുടെ സ്വാധീനവുമെല്ലാം ചേർന്ന് യുഡിഎഫിനെ വൻ വിജയത്തിലേക്ക് നയിക്കുമെന്നാണ് പ്രതിപക്ഷ